Hi friends, ഇന്നത്തെ സെഷനിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോമോൾസ് സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ ആണ്. വില്യം ജെ ബോമോളിന്റെ സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ. അപ്പം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മോഡേൺ ഫേംസും കോർപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒക്കെ മാനേജേഴ്സും ഒക്കെ എയിം ചെയ്യുന്നത് സെയിൽസ് മാക്സിമൈസേഷനിലാണ് റാദർ ദാൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നതിലുപരി സെയിൽസ് മാക്സിമൈസ് ചെയ്യുക, അതിൽ നിന്നും റവന്യൂ മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് മോഡേൺ ഫേംസിന്റെയും മാനേജേഴ്സിന്റെയും മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് ആർഗ്യൂ ചെയ്യുന്ന ഒരു മോഡലാണ് ബോമോളിന്റെ സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ. അല്ലെ, മാനേജേഴ്സ് എയിംസ് ടു മാക്സിമൈസ് സെയിൽസ് റാദർ ദാൻ പ്രോഫിറ്റ്. പ്രോഫിറ്റ് മാക്സിമൈസേഷനേക്കാളും സെയിൽസ് മാക്സിമൈസേഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം ഈ സെയിൽസ് മാക്സിമൈസ് ചെയ്യുന്നതിലൂടെ മാനേജേഴ്സിന് അവരുടെ ടാർഗറ്റ് അറ്റൈൻ ചെയ്യാൻ കഴിയുന്നു. കമ്പനിക്ക് മറ്റുള്ള കമ്പനീസിൽ നിന്ന് ഒരു പ്രസ്റ്റീജ് നിലനിർത്താൻ കഴിയുന്നു. അല്ലെ, വോളിയം ഓഫ് സെയിൽസ് കൂടുന്ന സമയത്ത് ഒരു പ്രസ്റ്റീജ് നിലനിർത്താൻ കഴിയുന്നു. അതേപോലെ തന്നെ എംപ്ലോയീസ് സാറ്റിസ്ഫാക്ഷൻ, അവിടെ ജോലി ചെയ്യുന്നവരുടെ സാറ്റിസ്ഫാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നു. അതേപോലെ തന്നെ കോമ്പറ്റീഷനിൽ പിടിച്ചു നിന്ന് മാർക്കറ്റിൽ ഒരു മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ കഴിയുന്നു. അല്ലെ, മറ്റുള്ള ഫേംസിൽ നിന്ന് മാർക്കറ്റ് ഒന്ന് പിടിച്ചെടുക്കാനായിട്ട് കഴിയുന്നു. അങ്ങനെയുള്ള ഒരുപാട് എയിംസ് ഉണ്ട്. മാനേജേഴ്സിന് ഇൻസെന്റീവ്സ്, അല്ലെ, ബെനിഫിറ്റ് കാര്യങ്ങളെല്ലാം ലഭിക്കും. ജസ്റ്റ് ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് വെച്ചാൽ സെയിൽസ് കുറച്ച് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് കഴിയില്ല. അതായത് മാനേജേഴ്സിന്റെ ഇൻസെന്റീവ്സ്, എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ, അതുപോലെ തന്നെ കോമ്പറ്റീഷൻ, അല്ലെ, മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു പ്രസ്റ്റീജ് നിലനിർത്തുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ഒരു ലക്ഷ്യങ്ങളെല്ലാം മുന്നിട്ടുകൊണ്ട് മോഡേൺ എന്റർപ്രൈസസും മോഡേൺ ഫേംസും അതുപോലെ തന്നെ മാനേജേഴ്സും ചെയ്യുന്നത് സെയിൽസ് മാക്സിമൈസേഷനിലൂടെ ആ റവന്യൂ മാക്സിമൈസ് ചെയ്യുക റാദർ ദാൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അതാണ് മെയിൻ ആയിട്ട് ബോമോളിന്റെ സെയിൽസ് മാക്സിമൈസേഷൻ മോഡലിൽ പറയുന്ന കാര്യം. ഓക്കെ, ഇനി അതിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ എന്താണെന്ന് നോക്കാം നമുക്ക്. Diagrammatic representation of Baumol sales maximization model. In this diagram, x-axis represents level of output. X-axis എന്താണ് മെഷർ ചെയ്യുന്നത്? Level of output. And y-axis measures total revenue, total cost and profit. Total revenue, total cost, profit ആണ് y-axis മെഷർ ചെയ്യുന്നത്. നമുക്ക് കുറെ curves ഉണ്ട്. TC is the total cost curve. TR is the total revenue curve. And TL എന്ന് പറയുന്നത് minimum profit line of that firm. ഒരു പർട്ടിക്കുലർ ഫേം ഉണ്ടാവും, ആ ഫേമിന്റെ മിനിമം പ്രോഫിറ്റ് ലൈൻ ആണ് ഈ TR എന്ന് പറയുന്ന ലൈൻ കാണിക്കുന്നത്. അതേപോലെ തന്നെ ദെൻ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? OC, OA, OB, OC, OD, ഇതൊക്കെയാണ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത് ഈ G എന്ന് പറയുന്ന പോയിന്റിലാണ് ഇവിടെ ഒരു ഫേം ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. അക്കോർഡിംഗ് ടു വിച്ച് മോഡൽ? അക്കോർഡിംഗ് ടു ബോമോൾ സെയിൽസ് മാക്സിമൈസേഷൻ മോഡൽ. അപ്പൊ ഇവിടെ നോക്കൂ, ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് OA ആണ്. ലെവൽ ഓഫ് ഔട്ട്പുട്ട് എത്രയുണ്ട്? OA ഉണ്ട്. അപ്പം ഈ OA ലെവൽ ഓഫ് ഔട്ട്പുട്ടിൽ ഇതാ ടോട്ടൽ റവന്യൂ ഇവിടെ മാക്സിമം ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നീട് ഇങ്ങനെ പിന്നെ കുറയാനുള്ള ടെൻഡൻസി ആണ് വരുന്നത്. ഓക്കെ, പക്ഷെ അപ്പൊ നിങ്ങൾ ചോദിക്കാം, OD ലെവൽ ഓഫ് ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അവിടെയും ടോട്ടൽ റവന്യൂ ഏകദേശം മാക്സിമം തന്നെയല്ലേ? അപ്പൊ ചോദിക്കാം, പക്ഷെ അങ്ങനെയാവുന്ന സമയത്ത് ഇവിടെ പ്രൈസും കാര്യങ്ങളും തന്നെ കുറയുന്നുണ്ടോ ഒത്തിരി അങ്ങ്? അപ്പം ഇതെല്ലാം താഴോട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എന്താ പറയാ, OC എന്ന് പറയുന്ന ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ മാക്സിമം വോളിയം സെയിൽ ചെയ്തുകൊണ്ട് എന്താ പറയാ ടോട്ടൽ റവന്യൂ മാക്സിമൈസ് ചെയ്തുകൊണ്ട് ഫേമിന് നിലനിൽക്കാനായിട്ട് കഴിയും. അതാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇനിയിപ്പോ നോക്കൂ, ഇവിടെ ഒരു ഈ ഇക്വിലിബ്രിയം ഉണ്ട്. അപ്പൊ അവിടെ പക്ഷെ ഔട്ട്പുട്ട് ലെവൽ ഓഫ് ഔട്ട്പുട്ട് വളരെ കുറവാണ്. OA ലെവലാണ്. മിനിമം ലെവൽ ഓഫ് പ്രോഫിറ്റ് ആണ് അറ്റൈൻ ചെയ്യുന്നത്. OA ലെവലിൽ മാത്രമേ നമുക്ക് അറ്റൈൻ ചെയ്യാൻ കഴിയൂ. ഇവിടെ ഈ പ്രോഫിറ്റ് ഇത് തന്നെയാണ്, പക്ഷെ സെയിൽ ഇത്രയും കൂടി. ഈ സെയിൽ കൂടുമ്പോൾ നമുക്ക് മാനേജേഴ്സിന്റെ ഇൻസെന്റീവ്സ്, എംപ്ലോയീസ് സാറ്റിസ്ഫാക്ഷൻ, അതുപോലെ തന്നെ ഒരു പ്രസ്റ്റീജ്, മറ്റുള്ള ഫേംസിനിടയിൽ ഇത്രയും സെയിൽ, അല്ലെ, ഒരു വർഷത്തിൽ ഇത്രയും സെയിൽ നടത്തുന്ന ഒരു ഫേം എന്ന നിലയിൽ നമുക്ക് ഉയർന്നു നിൽക്കാം. അതേപോലെ തന്നെ കോമ്പറ്റീഷൻ പിടിച്ചടക്കാം, മാർക്കറ്റിലൊരു പ്രസ്റ്റീജ്, ഒരു പവർ ഉണ്ടാവും നമുക്ക്. അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് മുൻനിർത്തിക്കൊണ്ടാണ് ആര് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നത്? മാനേജേഴ്സ് സെലക്ട് ചെയ്യുന്നതാണ്. അപ്പൊ OC എന്ന് പറയുന്ന ഔട്ട്പുട്ട്, മാക്സിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് എന്താ പറയാ ഇക്വിലിബ്രിയത്തിൽ എത്തുകയാണ്. അപ്പം ടോട്ടൽ റവന്യൂ OA പ്രൊഡ്യൂസ് ചെയ്താൽ ടോട്ടൽ റവന്യൂ വളരെ കുറവായിരിക്കും ആ ഒരു പൊസിഷനിൽ, അല്ലെ? ഇവിടെയും നമുക്ക് ടോട്ടൽ റവന്യൂ മെഷർ ചെയ്യാം പ്രൈസിന്റെ, പക്ഷെ വളരെ കുറവായിരിക്കും. ഇവിടെ ആവുമ്പോൾ റവന്യൂ മാക്സിമൈസ് ചെയ്തു, സെയിൽ, വോളിയം ഓഫ് സെയിലും മാക്സിമൈസ് ചെയ്തു. ഓക്കെ, അപ്പൊ അതിലൂടെ എന്തായാലും ഡെഫിനറ്റ്ലി നമുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഇതാണ് ബോമോൾ സെയിൽസ് മാക്സിമൈസേഷൻ മോഡലിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ TL മിനിമം പ്രോഫിറ്റ് ലൈന്, OT എന്ന് പറയുന്നത് മിനിമം പ്രോഫിറ്റ് ലഭിക്കുന്നതാണ് ഈ OT എന്ന് പറയുന്നത്.
ഇതാണ് വളരെ മിനിമം പ്രോഫിറ്റ് ലഭിക്കുന്ന ആ ഒരു ഇതാണ് കാണിക്കുന്നത്. ഈ ഒരു ഇക്വിലിബ്രിയം പോയിന്റ് ആണ്, പക്ഷെ അവിടെ സെയിൽ വളരെ കുറവാണ്. ജി എന്ന് പറയുന്നതാണ് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ ഒലിഗോപ്പൊളി ഫേം ആണ് അസ്യൂം ചെയ്യുന്നത് കേട്ടോ. ഒലിഗോപ്പൊളി കിൻഡർ ഡിമാൻഡ് കർവ് അതുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടാണ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ടി ആർ എന്ന് പറയുന്ന ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് ജി സിക്ക് ഈക്വൽ ആണ്. ടോട്ടൽ റവന്യൂ എന്താണ്? ജി സി, അതിനാണ് ഈക്വൽ അല്ലെ. എവിടെയാണ് നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്യുന്നെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കാണിക്കുക? റവന്യൂ ഇവിടെ തൊട്ട് ഇവിടെ വരെയല്ലേ, ബാക്കിയൊക്കെ കോസ്റ്റ് പോകുന്നുണ്ടല്ലോ, ഇതിന്റെ മുകളിൽ പോകുന്നത് കോസ്റ്റ് പോകുന്നുണ്ടല്ലോ. അപ്പൊ ജി സി ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് ജി സി ആണ്. ജി ഈസ് ദ ഇക്വിലിബ്രിയം പോയിന്റ്. ഇതാണ് ബോമോളിന്റെ സെയിൽസ് മാക്സിമൈസേഷൻ മോഡലിന്റെ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ. Well, repeat the video, make it clear. Thank you. Thanks a lot. Take care. Bye.